നമ്മെ പഠിപ്പിച്ചു തരുന്ന ഈ സോപാനം, അതാണ് ഈ കമ്പവിളക്ക്. അതിന്റെ ആ സൂക്ഷ്മതത്വമാണ് ഈ സോപാനം. സോപാനത്തിനുള്ളിലേക്ക് തന്ത്രിയും അതേപോലെ ശാന്തിമാരും മേൽശാന്തിയും അദ്ദേഹത്തെ സഹായിക്കുന്ന ശാന്തിമാരും കയറിപ്പോകുന്നത് നാം കണ്ടു. 4 പടികൾ. ആനന്ദം, ആനന്ദം മാത്രം. ഇവിടെ ആനന്ദമല്ലാതെ രണ്ടാമതൊന്നില്ല. അയ്യപ്പ ഭക്തന്മാരുടെ ആ ആനന്ദ നൃത്തം, ഭഗവാൻ ശ്രീ മഹാദേവ ആനന്ദതാണ്ഡവം. ഇതാ നെട്ടൂർപ്പെട്ടി, ഇതാ ആദ്യമായിട്ട് നമ്മുടെ മുന്നിൽ കടന്നു വരുന്നു. ഗോപുരാകൃതിയിലുള്ള നെട്ടൂർപ്പെട്ടി. അതിനകത്താണ് അയ്യപ്പന്റെ കിരീടത്തോടുകൂടിയ തിരുമുഖം ഉൾപ്പെടെയുള്ളതായ ആഭരണശങ്ങളിലായിട്ട് വാവൂരിസ്വാമിയും കറുപ്പസ്വാമിയും കറുപ്പായിയമ്മയും അതേപോലെ വലിയ കടുത്തസ്വാമിയും അവരെല്ലാവരും ഇതാ അയ്യപ്പന് അകമ്പടി സേവിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതാ നെട്ടൂർ ദിവസം കൊണ്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാ 18-ാം പടിയുടെ ചുവട്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 18-ാം പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. മുകളില് പരുന്ത് ഈ പേടകങ്ങളെ സേവിച്ചു നിൽക്കുന്നു. 18-ാം പടിക്ക് മുകളിലേക്ക് വളരെ ചെങ്കുത്തായിരിക്കുന്ന 18-ാം പടിയുടെ മുകളിലേക്ക് വളരെ വേഗത്തിൽ എല്ലാം മറന്ന് ആനന്ദലഹരിയിൽ എല്ലാവരും ആ 18-ാം പടി തൊട്ടുതൊഴുതുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ സമ്പൂർണ്ണ പ്രതീകമാണ് ഈ 18-ാം പടി. 18 എന്ന് വെച്ചാൽ ജയം എന്നാണ് അർത്ഥം. ജയത്തിന്റെ, ജീവിത വിജയത്തിന്റെ പ്രതീകമായിരിക്കുന്ന 18-ാം പടി. അതിനു മുകളിലേക്ക് ഇതാ ഭഗവാന്റെ തിരുവാഭരണങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ വേഗത്തില് തിരുവാഭരണമെടുത്ത, വ്രതം നോറ്റ തിരുവാഭരണമെടുത്ത ഭക്തജനങ്ങൾ വളരെ വേഗത്തിലേക്ക് 18-ാം പടിക്ക് മുകളിലേക്ക് ഓടി കയറിക്കൊണ്ടിരിക്കുന്നു. ഭക്തജനങ്ങൾ ആ തിരുവാഭരണ പേടകങ്ങളെ താണുതൊഴുന്നു. അവരെല്ലാവരും നമസ്കരിക്കുന്നു. ആ തിരുവാഭരണ പേടകത്തിൽ ഒന്ന് തൊട്ടു തൊഴാൻ വേണ്ടിയിട്ട് തന്നെ ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്കാണിതാ. ശ്രീകോവിലിനുള്ളിലേക്ക് കൊടിമരവും കണ്ടിരിക്കുകയാണ്. ആ 3 തിരുവാഭരണ പേടകങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ ആ സോപാന മാർഗത്തിലൂടെ തന്ത്രിവര്യന്റെ നേതൃത്വത്തിൽ ആ 3 വെട്ടികളും ഏറ്റുവാങ്ങിയിട്ട് ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും. ദേവസ്വം ഭാരവാഹികളും അതേപോലെ ബഹുമാന്യനായ മന്ത്രിയും